ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം കുഞ്ഞൂസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പെരുന്തമണ്ണയിലോട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളെ പാലമ്പണിയൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്രാന്തമൂത്തി ഞാനൊരു വെയിലുള്ള സീറ്റിലാണ് കയറിയിരുന്നത്. ആ കാരണം വെയിൽ കൊണ്ട് പോകേണ്ട അവസ്ഥയായിരുന്നു. ഇത് നമ്മുടെ തൂതപ്പുഴയാട്ടോ. അങ്ങനെ തൂതപ്പുഴയും കഴിഞ്ഞ് ഞങ്ങൾ മലപ്പുറം ജില്ലയിലോട്ട് പ്രവേശിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്ത്യയിൽ പെരുന്തമണ്ണ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴെ ഡയബറ്റിക്സിൻ്റെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ 2-3 ദിവസം മുൻകൂട്ടി ബുക്ക് ചെയ്താലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം ഡോക്ടറെ കാണുന്ന തക്കത്തിൽ അനിയായിരുന്നു ടാബുമ്മ കളിയാട്ടോ. അതേ കണ്ടോ, ഞാൻ ഇവിടുന്ന് പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. വെറുതെ ഇരിക്കുകയാണ് ഞാൻ. ഏകദേശം 1 മണിക്കൂറിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഉപ്പാക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് യാത്രയായി. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ചായക്കട കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ഷെഫീഖ് സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം കാണുകയാണ്. ഞങ്ങളെ നെയ്ബർ ആയിരുന്നു. പിന്നെ നമ്മളെ ഐഡിയൽ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു കേട്ടോ. അപ്പോൾ സാറ് കോഴിക്കോടാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു ഗൈസ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം തല പുറത്തേക്കൊക്കെ ഇട്ടിട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് ഷോ ഓഫാണ്. അങ്ങനെ പുറത്തേക്കൊക്കെ ഇട്ട് ഇങ്ങനെ കുറച്ച് നേരം യാത്ര തുടങ്ങി. അങ്ങനെ ഇതാ തൂതപ്പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഞാൻ രാവിലെ കാണിക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ അപ്പുറത്തെ സീറ്റിലായിരുന്നു. ഇവിടെ ഇപ്പുറത്തെ ഭാഗത്താട്ടോ പണി നടന്നുകൊണ്ടിരിക്കുന്ന പാലത്തിൻ്റെ. അപ്പോൾ ഇതാ തൂതപ്പൂരാണ് കേട്ടോ. അത് കാരണം അവിടെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. കണ്ടോ, നല്ല രസമല്ലേ ആ തൂതപ്പൂരത്തിൻ്റെ ലൈറ്റ് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ വീണ്ടും, അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ വണ്ടിമാമൻ. അപ്പോൾ വണ്ടിമാമൻ കുറേ കാലമായിട്ട് ഞങ്ങൾ മാമനാട്ടോ. കാരണം ഞങ്ങൾ സ്കൂളിലൊക്കെ സ്കൂൾ വണ്ടിമാമനായിരുന്നു. എൻ്റെ അനിയൻ്റെയും എൻ്റെയൊക്കെ സ്കൂൾ വണ്ടിമാമനായിരുന്നു. പിന്നെ എപ്പോൾ വിളിച്ചാലും ഓടി വരുന്ന മാമനാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളെ പൂച്ച ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക്